സാറേ, ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് കേരള ഹൈക്കോടതി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിൽപ്പെട്ട 10 പേരിൽ ഒരാൾ ശബരിമലയിൽ തന്ത്രിയായിരുന്ന കണ്ഠരര് രാജീവരർ കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് തന്ത്രി സ്ഥാനത്ത് പിന്നെ തുടരാൻ പറ്റും? കാരണം പ്രതിസ്ഥാനത്ത് വന്നില്ലേ. അത് വളരെ ഇതുവരെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ശബരിമലയിലെ തന്ത്രി ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കപ്പെടുകയാണ്. അത് ഇവർ പ്രതിസ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലത്തെ ഉത്തരവിലെ 4ാമത്തെ ഖണ്ഡികയിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 20/3/19 ചെമ്പുപാളികൾ നീക്കം ചെയ്യാനുള്ള ഒരു ഉത്തരവ് ഇറക്കി. ആ ഉത്തരവ് പ്രകാരമുള്ള മഹസർ തയ്യാറാക്കി. ആ മഹസറിൽ മേലൊപ്പ് ചാർത്തിയിട്ടുള്ളവരുടെ അവർ ഒപ്പുവെച്ചാലേ ആ മഹസർ ലീഗലി വാലിഡ് ആകുള്ളൂ. അവരുടെ പേരുവിവരം വായിക്കാം. കണ്ഠരര് രാജീവരര് ക്ഷേത്രം തന്ത്രി, VN വാസുദേവൻ നമ്പൂതിരി മേൽശാന്തി, S ജയകുമാർ വാച്ചർ, PJ രാജേഷ് ഗാർഡ്, K സലീംകുമാർ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ശബരിമല, B മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല, R ശങ്കരനാരായണൻ HA ശബരിമല. HA എന്താണെന്ന് എനിക്കറിയില്ല, ഹെഡ് അക്കൗണ്ടൻ്റ് ആകാം. VM കുമാർ സ്മിത്ത് തട്ടാൻ, ഇതൊക്കെ കൃത്യമായിട്ട് തിട്ടപ്പെടുത്തി കൊടുക്കേണ്ട ആൾ. CR ബൈജുമോൻ LDC, ജയകുമാർ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇത്രയും പേര് ഒപ്പുവെച്ചതാണ് ആ രേഖ. അവരുടെ പേരുവിവരമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രേഖ വ്യാജമാണ് എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് അത് വ്യാജമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ എല്ലാ രേഖകളും മാറ്റിയെങ്കിലും ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ഒരു കാര്യം അവിടെ അവശേഷിച്ച്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മല്ലയ്യക്ക് സ്വർണം പൂശാൻ വേണ്ടി ഇവർ ഉത്തരവ് കൊടുക്കുകയും ആ ഉത്തരവ് പ്രകാരം സ്വർണം പൂശാനുള്ള വർക്ക് തുടങ്ങുകയും ചെയ്യുന്ന കത്തിൻ്റെ ഒരു കോപ്പി അവിടെ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ചെമ്പ് തകിടിൽ സ്വർണ്ണപ്പാളികൾ പൊതിയണം എന്നതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ചെമ്പ് തകിടിൽ സ്വർണ്ണപ്പാളികൾ പൊതിയാനുള്ള തീരുമാനമെടുക്കുന്നത് 1998-99 കാലത്താണ്. ആ കാലത്തെ തന്ത്രിയാണ് കണ്ഠരര് രാജീവര്. അദ്ദേഹമായിരുന്നു ആ കാലത്ത്. അദ്ദേഹമാണ് ഇത് പിന്നീട് 2019 വന്നപ്പോൾ എന്ത് പറഞ്ഞു? ഇത് ചെമ്പ് പാളിയാണ് എന്ന് പറയുന്നു. ഒരു ചെറിയ മാറ്റം വരുത്തി. എന്താണ് ആ മാറ്റം? സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി എന്നതിന് പകരം വെറും ചെമ്പുപാളിയാക്കി മാറ്റി. സ്വർണം പൊതിഞ്ഞില്ല, സ്വർണമില്ല. അവിടെ നിന്നാണ് ഈ സ്വർണ്ണക്കൊള്ള തുടങ്ങുന്നത്. അതിൽ മറ്റാരെങ്കിലും ഒപ്പിടുകയാണെങ്കിൽ അവർക്ക് പറയാം, ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു എന്നൊരു വാദം എടുക്കാം. തന്ത്രിക്ക് എടുക്കാൻ പറ്റില്ല. അല്ല, അതല്ല, ഇത് മല്ലയ്യ ഈ സ്വർണം പൊതിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും കാർമ്മികത്വത്തിലുമാണ് ഇത് സ്വർണം പൊതിഞ്ഞത്. അത് പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തണം. എല്ലാം ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ചെയ്തേക്കണേ. അത് കഴിഞ്ഞ് ഈ സ്വർണം പൂശുന്ന സംഭവം വന്നല്ല ഇപ്പം വന്നേക്കണേ. അതിലും ഒപ്പിട്ടിരിക്കുന്നത് കണ്ഠരര് രാജീവരരാണ്. അദ്ദേഹത്തിൻ്റെ റോള് ആണ്. അദ്ദേഹം ഒറ്റ വാക്കെഴുതി കഴിഞ്ഞാൽ ഇത് നടക്കില്ല.
ഇത് സ്വർണം പൊതിഞ്ഞ ചെമ്പാണ്, ചെമ്പല്ല എന്ന് എഴുതാൻ ബാധ്യസ്ഥനായ ഒരാൾ ഈ 3 സംഭവങ്ങളിലും വരുന്നത് തന്ത്രി കണ്ഠരര് രാജീവരരാണ്. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അതിന് ന്യായം പറയാൻ പറ്റില്ല. എന്ത് ന്യായമുണ്ട് അതിന്? മല്ലയ്യ വന്ന് സ്വർണം പൊതിയുമ്പോൾ നിങ്ങളാണ് തന്ത്രി, നിങ്ങളാണ് അതിൻ്റെ തന്ത്രവിധിപ്രകാരമുള്ള പൂജാതി കർമ്മങ്ങളെല്ലാം നടത്തിയത്. നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് അവർ സ്വർണം പൊതിഞ്ഞത്. അത് നിങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നിട്ടാണ് അദ്ദേഹം ഈ സ്വർണം പൊതിഞ്ഞത് എന്നുള്ളത് മാറ്റി വെറും കോപ്പർ പ്ലേറ്റ് മാത്രമാക്കിയ രേഖയിൽ ഒപ്പുവെച്ച് കൊടുത്തത്. അത് മിതമായ ഭാഷയിൽ പറഞ്ഞാൽ വൃത്തികേടാണ്, ചെറ്റത്തരവുമാണ്, കുറ്റകൃത്യമാണ്. അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ സങ്കല്പം അനുസരിച്ച് തന്ത്രിക്ക് മൂർത്തിയുടെ പിതൃസ്ഥാനം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രതിഷ്ഠിക്കപ്പെട്ട മൂർത്തിയുടെ പിതൃസ്ഥാനം തന്ത്രിക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പുത്രൻ്റെ സ്വർണം അടിച്ചു മാറ്റാൻ പിതാവ് കൂട്ടുനിന്നു എന്ന ആക്ഷേപവും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അത് വരാൻ പാടില്ലായിരുന്നു. അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇനിയാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം. അതെന്താണ്? ഇദ്ദേഹം ഇതിപ്പോൾ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ വ്യാജരേഖയാണ് ചമച്ചിരിക്കുന്നത്. ആ വ്യാജരേഖ ചമച്ചതിൽ ഒപ്പിട്ടിരിക്കുന്ന എല്ലാവരും ഒരേ കുറ്റം ചെയ്തിട്ടുള്ളവരാണ്. അതിൽ മേൽശാന്തിയുണ്ട്, അക്കാലത്തെ മേൽശാന്തി. അതിൽ മുരാരി ബാബു ഉണ്ട്. മുരാരി ബാബു പിന്നെ ഒരു സർവ്വവ്യാപിയാണ്. തൂണിലും തുരുമ്പിലും മുരാരി ബാബു ഉണ്ട് എന്ന് പറയുന്നതാണ്. ഇനി വേറൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു തീരുമാനം ഇവരൊരു മഹസർ തയ്യാറാക്കി എന്ന് വെക്ക്, ഇതിന് അപ്രൂവൽ കൊടുക്കേണ്ടത് ആരാണ്? ബോർഡല്ലേ? അതെ, ബോർഡല്ലേ. അന്നത്തെ ബോർഡ് പ്രസിഡന്റ് ആരാണ്? പത്മകുമാർ. CPM നോമിനി. പത്മകുമാർ. അന്നത്തെ കമ്മീഷണർ ആരാണ്? എൻ വാസു. ഇവരാരും അറിയാതെയാണ് ഈ ഹീനകൃത്യം നടന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ അവർ പറയുന്നത് അങ്ങനെയാണ്. ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. അയ്യോ, അത്ര നിഷ്കളങ്കരാണ് ഇവരെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഒരു സ്വർണ്ണരുദ്രാക്ഷവും പിന്നെ വേറൊരു ദണ്ടും മകനെ ഏൽപ്പിച്ച്, മകനത് എന്ത് ചെയ്യുന്നുള്ള കാര്യം അറിയില്ല. അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ എത്ര അടിച്ചു മാറ്റി എന്നുള്ള കാര്യം. അച്ഛൻ പ്രസിഡൻ്റായിരിക്കുക, മകനെ ഏൽപ്പിക്കണേ. സ്പോൺസറാണെന്നാണ് പറയുന്നത്. അച്ഛൻ പ്രസിഡൻ്റായിരിക്കുക, മകൻ സ്പോൺസറാകുക, വരുന്നതിൽ തന്നെ അപകടമില്ലേ? ഉണ്ട്. എന്തോ കളവുണ്ടല്ലോ. അല്ല, വീട്ടിൽ ഇങ്ങനെ വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ചടങ്ങുകളൊക്കെ നടത്തുന്നത് മകൻ്റെ പേരിലാണെന്ന് അറിയാം. ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരെന്നൊക്കെ ഇയാൾക്ക് വിശ്വാസമില്ലല്ലോ. എനിക്കില്ലാത്തേ ഉള്ളൂ, പക്ഷെ വീട്ടുകാർക്കുണ്ട്. വീട്ടുകാർക്കുണ്ട്. അത് ശരി. അത് മകനെ, വേറെ എത്രയോ പേരുണ്ട് ഇത് ചെയ്യാനായിട്ട്. ഇനി ഞാനിവിടെ പ്രസിഡൻ്റായിരിക്കുന്നിടത്തോളം കാലം നീ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് മകനെ ഉപദേശിച്ചുകൊണ്ട് അയാളെ മാറ്റി നിർത്താൻ ബാധ്യതപ്പെട്ട ആളല്ലേ പത്മകുമാർ? അതെ. പത്മകുമാറിൻ്റെ മകൻ ഇത് കൊടുക്കണമെന്നുള്ള നിർദ്ദേശം വെച്ചത് എൻ വാസുവാണ്. അതിൻ്റെ പാരിതോഷികവും കൂടി ആയിട്ടാണ് സ്വർണം പൊതിഞ്ഞ ചെമ്പിനെ ചെമ്പാക്കി മാറ്റിയ തീരുമാനമെടുത്തതിൻ്റെ പാരിതോഷികമായിട്ടാണ് കമ്മീഷണറായിരുന്ന എൻ വാസുവിനെ പ്രസിഡൻ്റാക്കി വെച്ചത്. അന്നത്തെ മന്ത്രി ആരായിരുന്നു അറിയാമോ? ആരായിരുന്നു? കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രനും പറയണത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നാണ്. അപ്പോഴും ഞാൻ അറിഞ്ഞിട്ടില്ലെന്നല്ലേ ദേവസ്വം മന്ത്രി പറയുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് അറിയില്ല, ദേവസ്വം മന്ത്രിക്ക് അറിയില്ല, അവിടുത്തെ ബാക്കി ആർക്കും ഒന്നും അറിയില്ല. ഇതെങ്ങനെ ശരിയാകുന്ന? ദേവസ്വം ബോർഡിൻ്റെ പണി എന്താണ്? ദേവസ്വത്തിൻ്റെ ഭരണങ്ങൾ ദേവസ്വം നിയമവും ചട്ടവും നടപടിക്രമവും അനുസരിച്ച് നടത്തപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് ദേവസ്വം ബോർഡ്. അതിനു വേണ്ടിയാണ് അംഗങ്ങളെയും പ്രസിഡന്റിനെയും വെച്ചിരിക്കുന്നത്. ആ അംഗങ്ങളെയും പ്രസിഡന്റിനെയും വെച്ചൊരു ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയിട്ട് അവർക്കിത് അറിയില്ല എന്ന് പറഞ്ഞാലേ
അത് വിശ്വസിക്കാൻ വലിയ പ്രയാസമുണ്ട്. അത്രയ്ക്ക് നിഷ്കളങ്കരായിരുന്നു ഇവരെന്ന് എങ്ങനെ പറയാൻ കഴിയും? അത് പറ്റില്ല. അവർക്കൊന്നും അറിയില്ലേ? സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് വെറും ചെമ്പ് എന്ന വ്യാജരേഖ നിർമ്മാണത്തിൽ തന്ത്രി ഒപ്പുവെച്ചിരിക്കുന്നു, മേൽശാന്തി ഒപ്പുവെച്ചിരിക്കുന്നു, അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒപ്പുവെച്ചിരിക്കുന്നു, അതിനുള്ള ബാക്കി ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒപ്പുവെച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ബോർഡ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന്. ഇനി ആദ്യ ദിവസം പത്മകുമാറിൻ്റെ പ്രതികരണം എന്തായിരുന്നു? സ്വർണം അല്ല, ചെമ്പ്. ഓർക്കുന്നില്ലേ ടി വിയിൽ വന്നിട്ട് പറഞ്ഞിരുന്നത്? അതെ, സ്വർണ്ണമല്ല എന്ന് പറഞ്ഞു. സ്വർണമല്ല, ചെമ്പ്. നിങ്ങളോട് പറഞ്ഞു സ്വർണ്ണമാണെന്ന്, കൊണ്ടുപോയത് ചെമ്പാണ്. അതിന് ന്യായീകരണം പറഞ്ഞ എന്താ അറിയാമോ? ഞാൻ കണ്ട രേഖയിൽ ചെമ്പെന്ന് എഴുതിയിരുന്നു എന്ന്. എന്താ ഈ പത്മകുമാർ കേരളത്തിലല്ലേ ജീവിച്ചിരുന്നിരുന്നത്? ശബരിമല ശ്രീകോവിൽ സ്വർണ്ണപ്പാളി കൊണ്ട് പൊതിയുന്നു എന്നുള്ള കാര്യം വലിയ വാർത്തയായി വന്നതല്ലേ? പത്മകുമാർ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ചുമതല ഏൽക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടാതെ പോയാ? സ്വർണ്ണപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന ശ്രീകോവില് പത്മകുമാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? പിന്നെ ഈ ദ്വാരപാലകന്മാർ എങ്ങനെ വന്ന്? ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വന്ന്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് അറിയില്ലായിരുന്നോ? അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്ത്രിക്ക് അറിയില്ലായിരുന്നോ? അറിയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തന്ത്രിയിലുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തിയുടെ ശിങ്കിടി ജോലി തരപ്പെടുത്തി അവിടെ നിന്നത്. ഞാൻ മനസ്സിലാക്കിയത് തിരുത്താൻ തയ്യാറാണ്, തെറ്റാണെങ്കിൽ പറയട്ടെ. അല്ലാതെ ഈ പോറ്റി എങ്ങനെയാണ്? പോറ്റി ഒരു ദിവസം പെട്ടെന്ന് അവതരിച്ചൊരു ധൂമകേതുവല്ല, ആസൂത്രിതമായി കൊണ്ടുവന്നതാണ്. ഇനി പോറ്റി എന്താ ചെയ്തത്? പോറ്റി ശബരിമലയിലെ ഓരോ വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ടുപോയിട്ട് കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമുള്ള വലിയ സമ്പന്നരും എളുപ്പവിദ്യയിൽ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുക. എല്ലാം എളുപ്പത്തിൽ കഴിയണമല്ലോ. എളുപ്പവിദ്യയിൽ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരുമായ ധനാഢ്യരുടെ വീട്ടിൽ ഇതിനെ കൊണ്ടുവച്ച് പൂജിക്കുകയാണ്. അതിലൊരു വലിയ അനുഷ്ഠാന ലംഘനമുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ സ്വാമിയുടെ അനേകം ഭാവങ്ങളുണ്ട്. ആയിരക്കണക്കിന്, അനേകമാണ്, ഏകമല്ല, ഒന്നല്ല, അനേകമാണ്, കേവലം അനേകമായ ഭാവങ്ങളുണ്ട്. അതിൽ നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ശബരിമലയുടേത്. അങ്ങനത്തെ പ്രതിഷ്ഠ വേറെയില്ല. ആ നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠയുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു സാധനവും ഒരു വീട്ടിലേക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അത് അവിടെ തന്നെ നിൽക്കണം അല്ലേ? അത് അനുഷ്ഠാന ലംഘനമാണ്. അപ്പം ശ്രീകോവിലിൽ പൊതിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ഇതിന് പുറത്ത് കൊണ്ടുപോയി അങ്ങനെ പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അയ്യപ്പസ്വാമി വന്നതല്ലേ, അതുകൊണ്ട് ആർക്കാണ് വേണ്ട? എളുപ്പമാർഗത്തിൽ മോക്ഷം നേടാൻ വേണ്ടിയാണ് താൻ ഇത് ചെയ്തത് എന്ന് ഭംഗ്യം തരേണ നടൻ ജയറാം പറഞ്ഞു. തെറ്റായിരുന്നു, ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ എളുപ്പമാർഗത്തിൽ കിട്ടില്ല. ആ ജയറാമിൻ്റെ വീട്ടിൽ ഈ സാധനങ്ങൾ എത്തുന്ന സമയത്ത് ആ വീട്ടിൽ അശുദ്ധി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അസർട്ടൈൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷം വരും. അത് ഈ പോറ്റി നാട് മുഴുവൻ ഇത് ചെയ്തിട്ട് അതിന് എന്ത് പ്രായശ്ചിത്ത കർമ്മമാണ് തന്ത്രി വിധിച്ചിരിക്കുന്നത് അറിഞ്ഞാൽ കൊള്ളാം. പ്രായശ്ചിത്ത കർമ്മം ചെയ്യണ്ടല്ലേ? എന്ത് പ്രായശ്ചിത്ത കർമ്മം തന്ത്രി ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ടില്ല. ചെയ്യേണ്ടതല്ലേ? അതെ. കാരണം ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ശബരിമല ശ്രീ അയ്യപ്പനെ ഘട്ടം ഘട്ടമായി കൊണ്ടുപോയി വിറ്റ് പണമുണ്ടാക്കുന്ന ഒരു സംഘമാണ് ഇവർ. ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടുകളിലെല്ലാം പൂജക്ക് വിളിക്കുന്നത് തന്ത്രിയെയാണ്. ശബരിമല തന്ത്രി പൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണല്ലോ. അത്
ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ടാണ് ഈ പൂജ ചെയ്യുന്നത്. അത് കേരളത്തിൽ മാത്രമായിരിക്കില്ലല്ലോ. കേരളത്തിൽ മാത്രമായിരിക്കില്ലല്ലോ, കേരളത്തിൽ പുറത്തേക്ക്. അല്ല, കേരളത്തിൽ ഇവരെ കൊണ്ട് അധികം പൂജ ചെയ്യിപ്പിക്കാറില്ല, കേരളത്തിൽ പുറത്താണ്. അപ്പോൾ ഓരോ സീസണിലും ശബരിമലയിൽ വരുന്ന ഒരുപാട് ഭക്തർ ഇത്തരത്തിലുള്ള തന്ത്രിയെ കണ്ട് ചിലപ്പോൾ ഒന്ന് വരണേ, ഡേറ്റ് പോലും ബുക്ക് ചെയ്യില്ല. അത് മുംബൈ മുതൽ അതെ 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 അതെ. അതിൻ്റെ ഒരു ഏജന്റ് കൂടിയാണ് ആര്? ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ ഒരു ശരിക്കും ദല്ലാൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള പ്രവർത്തനം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വലിയ ഒരു എന്താണ്, ഭക്തിയെ റീറ്റെയിലായിട്ട് വിൽപ്പന നടത്തി പൈസ ഉണ്ടാക്കിയിരുന്ന ഒരാളാണ്. അതിൽ ഇവരെല്ലാം പങ്കു നിന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ സ്വർണം മാത്രമല്ല, ആ മഹാക്ഷേത്രത്തിൻ്റെ വിശുദ്ധി നശിപ്പിച്ചു എന്നുള്ളതിന് ആര് സമാധാനം പറയും? ഈ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനൊക്കെ ശബരിമലക്ക് പോകുന്നത് ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ആ മരം കോച്ചുന്ന മഞ്ഞത്ത് വെള്ളത്തിൽ കുളിച്ച് വന്ന് ശരണം വിളിക്കും. വെളുപ്പിന് ഞങ്ങളുടെ ഗ്രാമങ്ങളിലെല്ലാം ഈ ശരണം വിളി കേൾക്കാൻ പറ്റും. ഉച്ചയ്ക്ക് ശരണം വിളിക്കും, വൈകുന്നേരം ശരണം വിളിക്കും. ആ വീട്ടിലുള്ള എല്ലാവരും വ്രതാനുഷ്ഠാനത്തിലാണ്. അങ്ങനെ ഒരു കുടുംബം മുഴുവൻ വ്രതമനുഷ്ഠിച്ചിട്ട് ആ വ്രതശുദ്ധിയോടുകൂടിയാണ് ഒരു അയ്യപ്പൻ ശബരിമലയിലെത്തുന്നത്. അങ്ങനത്തെ കോടാനുകോടി അയ്യപ്പന്മാരുടെ ആത്മശുദ്ധിയെയാണ് അരക്കാശിന് വേണ്ടി ഈ ശബരിമലയിലെ തന്ത്രിയും സംഘവും പോറ്റിയും ചേർന്നുകൊണ്ട് വിറ്റത്. അതിനെന്ത് പരിഹാരമുണ്ട്? ഓർക്കാനകത്ത് പാവോ? അതിനെന്ത് പരിഹാരമുണ്ട്? അരക്കാശിന് വേണ്ടി വിറ്റതാണ്. 30 വെള്ളിക്ക് വേണ്ടി യേശുദേവനെ ഒറ്റുകൊടുത്തതിനേക്കാളും വൃത്തികെട്ടാണ് കാണിച്ചിരിക്കുന്നത്. യൂദാസ് എത്ര ഭേദമാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഇവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. എന്നിട്ട് ഇവരെല്ലാം ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളോട് പറയുന്ന കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് കോടതി കണ്ടെത്തി നിങ്ങൾ വ്യാജരേഖ ചമച്ചു, ആ വ്യാജരേഖയിൽ നിങ്ങൾ ഒപ്പുവെച്ചു, അത് കോടതി കണ്ടെത്തി, വിധിന്യായത്തിലുണ്ട്. ഇനി അത് കോടതി പോയതിന് ശേഷം നിങ്ങൾക്ക് അല്ല എന്ന് തെളിയിക്കേണ്ടി വരും. അപ്പോഴും പറയണ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും. നിങ്ങൾ ഇതാരെയാണ് പൊട്ടം കളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇതാരെയാണ് ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഈ തന്ത്രിക്കും സംഘത്തിനും പറയാൻ കഴിയുമോ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇവരുടെ ഏജൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്ന്? ഉണ്ണികൃഷ്ണൻ പോയിട്ടിൻ്റെ അടുത്ത് അതിൻ്റെ തെളിവും കാണും. ആ തെളിവുകളൊക്കെ വരും. അപ്പോൾ ശബരിമല ക്ഷേത്രത്തിൻ്റെ വിശുദ്ധിയെ വിറ്റതിന് ആര് സമാനം പറയും? സ്വർണത്തിൻ്റെ സമാനമൊക്കെ നിൽക്കട്ടെ, ഈ വിശുദ്ധിയെ വിറ്റതിന് ആര് സമാനം പറയും? ക്ഷേത്രത്തിൻ്റെ വിശുദ്ധി ഉണ്ടല്ലോ, അതെ. കോടാനുകോടി ഭക്തജനങ്ങളുടെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന ആപദ് ബാന്ധവനായ ലോകരക്ഷകനായ, അവർക്ക് ജീവിതത്തിൽ താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു മഹാശക്തി, ആ മഹാശക്തിയുടെ വിശുദ്ധി ചില്ലിക്കാശിന് വേണ്ടി വിറ്റ് തൊലച്ചവർക്ക് അവർക്ക് ആര് മാപ്പ് കൊടുക്കുമെന്നാണ് ഇവർ കരുതുന്നത്? അതിനാണ് ഇവർ സമാധാനം പറയേണ്ടത്. അതിലെന്ത് തീരുമാനമെടുക്കണമെന്നുള്ള കാര്യം തന്ത്രിയല്ല മന്ത്രിയല്ല ആരായാലും തീരുമാനിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അയ്യപ്പൻ ക്ഷമിച്ചാലും ഭക്തജനങ്ങൾ ക്ഷമിക്കില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാത്തിരിക്കാം എന്ത് സംഭവിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.